സ്റ്റോപ്പ് വണ്ടി ഒതുക്ക്. ആ ഇറങ്ങേ. കമോൺ. എന്താ? വാട്ട് ഈസ് ഇറ്റ്? ഡോണ്ട് ടച്ച് മീ. ഡു നോട്ട് ടച്ച് മീ. നിങ്ങൾ ചൂടാവില്ലേ? വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ പ്രശ്നം? എടോ ആ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തേ. Why do you want to search my car? ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. You do not know whom you're playing. You will have to face the consequences. CC 756/2016 അൻസാർ അലി ഖാൻ. CC 88/2017 അൻസാർ അലി ഖാൻ. Counsel for the accused, Mr. Balakrishnan. Yes, Your Honor. എന്റെ കക്ഷി കക്ഷി പോകണം, ഇരിക്കണം, പിന്നെ പോലീസ് മനസ്സിലായി. നിങ്ങളുടെ കക്ഷി പോലീസ് കസ്റ്റഡിയിലാണ്. ബെയില് വേണം, അത്രയല്ലേ ഉള്ളൂ. വിക്കാണല്ലേ? എടോ മാറി, ഈ വിക്കനാണല്ലേ എനിക്ക് വാദിക്കാൻ കൊണ്ട് തന്നത്. വെച്ചിട്ടുണ്ട് ഞാൻ. അൻസാർ അലി ഖാൻ അല്ലേ? എന്താ നാക്കില്ലേ? സേ യുവർ നെയിം അലൗഡ്. തനിക്കോ അതോ പുള്ളിക്കോ? പേര് ഇൻഷുറൻസ്. ഇൻഷുറൻസ്. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ ബാലകൃഷ്ണൻ? ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. മാഡം പ്രോസിക്യൂട്ടർ. Your Honor, enquiry against the accused is still in progress. എന്ത് എൻക്വയറി മാഡം? ഒരു പച്ചക്കറി കടയുടെ പുകമുറിയിൽ പഴുപ്പിക്കാൻ വച്ചിരുന്ന 10 കൊലകൾ എടുത്തുകൊണ്ട് പോയി. അത് തടയാൻ ശ്രമിച്ച കടക്കാരന്റെ മേത്ത് അമേദ്യം തുണി കെട്ടിയിറങ്ങി. പിന്നെ അയാൾ പുറകെ വരായിരിക്കാൻ അയാളുടെ സ്കൂട്ടറിന്റെ കാറ്റ് ഒഴിച്ചു വിട്ടു. ഇതിന്റെ കൂലങ്കഷമായ അന്വേഷണം എപ്പ തീരും മാഡം? അത് certain loose ends. So you admit there are loose ends? നഖം കടിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. വക്കീല് വക്കീൽ ഒറ്റയ്ക്ക് കേസൊക്കെ നടത്താൻ തുടങ്ങിയല്ലോ. ഇതങ്ങനെ വലിയ കേസൊന്നല്ലല്ലോ. ആ ശരിയാ. അല്ലെങ്കിലും ഇയാളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും കൊണമുള്ള വക്കീലന്മാരൊന്നും കിട്ടൂല. ഇതെന്തായാലും ഒരു നല്ല തുറക്കായിരിക്കട്ടെ. ശവം ഞാനാ. വക്കീൽ ഇനി അങ്ങോട്ട് ഒരുപാട് വാദിക്കണം, വളരണം, വളർന്ന് പന്തലിക്കണം. ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് കിടക്കുമല്ലേ. ഓൾ ദ ബെസ്റ്റ്. യു മേ മൂവ് ബാക്ക്. Bail granted. വക്കീലെ, അകത്തോട്ടോ പുറത്തോട്ടോ? പുറത്തോട്ട്. നോക്കി നിൽക്കാതെ സാധനങ്ങൾക്ക് വേഗം ശരിക്കാ. എല്ലാത്തിനും വിളിച്ചിട്ട് വാ. ഇതെന്താ പുസ്തകം മാത്രം എടുത്തേ? നിയമം കയ്യിലെടുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. രാവിലെ തന്നെ എന്നെ കൊണ്ട് ടൂൾസ് എടുപ്പിക്കാതെ വിട്ട് പോടാ. അവന്റെ ഒരു ടൂൾസ് ഇവനെ ഞാനൊന്ന് ശരിയാക്കി തരാം.
ശരിയാ അല്ലേ? ദേ ഇന്നത്തെ കളി കഴിഞ്ഞു. ഇനി മോൻ സ്കൂളിൽ പോ. എന്നാ 20 രൂപ ഉച്ചയ്ക്ക് പഞ്ഞിമുട്ടായി വാങ്ങി കഴിച്ചോ. പോടാ. ഡെന്റിസ്റ്റ് ആവാൻ പഠിക്കുക. പോടാ. ഗുഡ് ബൈ. താൻ എന്താടോ ഗുണ്ടകളെ ഉണ്ടാക്കുന്ന മെഷീൻ? വക്കീൽ, യു ആർ ലക്കി. വന്ന ദിവസം തന്നെ ചോര കണ്ടില്ലേ? നല്ല ബെസ്റ്റ് പ്ലേസ് ആയത്. ഇനിയും വെച്ചടി കയറ്റി വരും. എന്താടാ പകച്ചു നിൽക്കുന്നത്? ആദ്യമായിട്ടാണ് ഈ മുഖത്ത് ചോര കാണുന്നത്. ആദ്യമായിട്ടാണ് എന്റെ പല്ല് മൂന്ന് കാണുന്നത്. സാധനം കൊണ്ട് അകത്ത് കയറി. നാട്ടുകാര് പല്ലെടുത്ത് ഞാൻ കുഞ്ഞായി പോവാവോ? ഇവനെന്താ വട്ടാണോ? പാവം പേടിച്ചു പോയി. ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവികാരം. അത് കൊച്ചല്ലേ, വിവരമില്ല. ഇറങ്ങി പോടാ. അയ്യോ എടി ഇതെന്നതാടി ബീന? ആവശ്യം കഴിഞ്ഞപ്പോ നീ വലിച്ചെറിയുന്നത് എന്റെ ബീന, നീ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കാതടി. വലിയ മജിസ്ട്രേറ്റ് വന്നിരിക്കുന്നു. എന്താ ഡിവീനെ കാര്യം? ചേച്ചി ഇന്നലെ ഇയാളെന്നെ കിടന്നുറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കാലത്ത് കാശ് ചോദിച്ചപ്പോഴത്തേനും കടം പറയുന്നു. നാറി വീടെടുത്തടി. വാച്ചും ചെണി ഞാൻ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം കാശുമായിട്ട് വാ, തിരിച്ചു തരാം. ഓ, നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. എടി ആ ഷെയിനിങ് ഇതാടി. അതെ, മര്യാദക്ക് കാശായിട്ട് വൈകുന്നേരം വന്ന് സാധനം വാങ്ങിച്ചിട്ട് പൊക്കോണം. വീണ, ഞാൻ ഇടപെടണോ? നീ പോടാ. കാലടി പൊക്കാൻ ഇടപെടാൻ വന്നേക്കുന്നത്. വക്കീല് ചേട്ടനെന്താ ഇവിടെ? വക്കീൽ എന്നാ ഇവിടെ രാവിലെ കിടക്കൊക്കെ ആയിട്ട്? ഇവിടെ പായേ ഉള്ളെന്ന് അറിയാല്ലേ? മനസ്സിലായി. എൻജോയ്. ഇതിന് വ്യക്തിയൊരു തടസ്സമല്ലല്ലോ. ഈ സ്ഥലം വേണം എന്തിനാ പറയുന്ന വക്കീല്? ഞാൻ തന്നു കഴിഞ്ഞല്ലോ. ഇവിടെ ഫുൾ ഭീകര. അയ്യേ, ഇങ്ങനെ പേടിച്ചാലോ? വക്കീൽ ഇങ്ങ് വന്നേ. ഇത് എന്റെ അണ്ടറിലുള്ള കോളനിയാ. വക്കീൽ എന്റെ വക്കീലാണെന്ന് അറിഞ്ഞോണ്ടല്ലോ ഇവര് വക്കീലിനെ വാരിപ്പുണരും. ആഹാരം കെട്ടിപ്പിടിക്കും. ഒത്തു കിട്ടിയാ പഞ്ഞിക്കിടും. പഞ്ഞിക്കിടക്ക വക്കീലിന്റെ പഞ്ഞിക്കിടക്ക നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നന്ദിയൊക്കെ പിന്നെ പറയാം. അതല്ല, നന്നായെന്നല്ലേ? താങ്ക് യു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷനോ? ഏതാശുപത്രികളുടെ ഭാഷ എത്ര പിടിയില്ലാത്തതും. ഞങ്ങളുടെ ഭാഷയല്ലേ ഈ ഓപ്പറേഷൻ, കൊട്ടേഷൻ, സ്കെച്ച്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. വക്കീൽ സ്മോൾ അടിക്കൂ? ഇല്ല. എങ്കിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ വക്കീൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കണം. അതിൽ 2ാമത്തെ സ്പൂൺ പഞ്ചസാര ഇടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എത്തുന്നതായിരിക്കും. അഥവാ എത്തിയില്ലെങ്കിൽ വക്കീൽ ഒരിക്കൽ കൂടി എനിക്ക് ജാമ്യം എടുക്കേണ്ടി വരും. അപ്പോൾ ശരി. വക്കീലാണ് ഇന്ന് മുതൽ എന്റെ മാര. നന്ദഗോപാൽ മാര. ഓപ്പറേഷൻ ഷോ. വർഷങ്ങളായി താമസിച്ചിരുന്ന മുറി പോയി. ഇപ്പോ കോളനി കേറിയ ആ ദുഷ്ടൻ എന്നെ കൊല്ലും. അവനെ പേടിച്ചിട്ട് ഞാനിപ്പോ വീട്ടിൽ പോണത്. തിങ്കളാഴ്ച തിരിച്ചു വരുന്ന കാര്യം ഓർക്കുമ്പോഴാ. വരണ്ട. അല്ല, വന്നോ? ഒരു 3-4 ദിവസം അവിടെ എന്തെങ്കിലും പറഞ്ഞൊന്ന് കൂട്. അപ്പോഴേക്കും ഞാൻ സ്ഥലം ഒപ്പിക്കാം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇവിടെ നിൽക്കാം. ഇങ്ങനെ വന്നേ. അതെ, അതുവരെ എനിക്കൊന്ന് അനങ്ങണമെങ്കിൽ എന്റെ മൂടൊന്ന് ഉറക്കണ്ടേ? എങ്കിലും എനിക്കൊരു മൂട് വരൂ. എന്റെ പ്രാവിന് ജീവനുണ്ടെങ്കിൽ ഞാൻ വക്കീലൊരു മുറി ഒപ്പിച്ചു തരും. കൊക്കിന് ജീവനുണ്ടെങ്കിലെന്നല്ലേ? എനിക്ക് ആ പക്ഷി ഇഷ്ടമല്ല. വൃത്തികെട്ട പക്ഷി, ഒറ്റക്കാലം നിൽക്കുന്ന ഒരു ജന്തു. പാട്ടി എന്താ? അവനെ വിളിച്ചതാ. പുറത്തു വരാൻ ലേറ്റായി. അകത്ത് പോകാനും ലേറ്റ് ആവില്ല. ഇനി അകത്ത് പോണ്ട. കുറച്ച് സമയം കൂടി വേണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡോക്ടറോട്? സീത ഇന്ന് ഒളിച്ചോടും ആവോ? രാമാ രാമ 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 രാമ. അടുത്ത എപ്പിസോഡിലാക്കണേ. രാമാ രാമ 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 രാമ. അമ്മ എന്നുള്ള 2 അക്ഷരങ്ങളിൽ നിനക്ക് വിൽക്കാതെ വിളിച്ചോണ്ടടാ, മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്.
ആ മേല് കഴിയിട്ട് വാ. ഞാൻ മനഃപൂർവ്വം വിൽക്കണതല്ല. എപ്പ നോക്കിയാലും ടി വി ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ആഴ്ച ഇങ്ങോട്ട് കെട്ടിയെടുക്കണ എന്തിനാ? ലോകത്ത് ഇങ്ങനത്തെ ഒരു അമ്മ ഒന്നേ ഉണ്ടാവുള്ളൂ. സാധാരണ അമ്മമാരും മക്കളെന്താ വരാത്തെന്ന് വെക്കും. ഇത് വരുമ്പോഴേക്കും എന്തിനാ വന്നേന്ന്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോഴേക്കും എല്ലാ മാസം എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ച് കയ്യിലുള്ളത് തീർന്നു പോയി എന്ന് പറഞ്ഞു. ഈ മാസം മാസമായിട്ട് വേണ്ടി വരും. ഒന്നുമില്ലേ അമ്മ? കഞ്ഞിയല്ലേ ഇവിടെ? അച്ഛൻ പുറത്തു പോയടാ. അതല്ല, കുടിക്കണ കഞ്ഞി. ഇവനൊക്കെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തൂടെ? ഇന്നെങ്ങാനും സീത ഒളിച്ചോടിയ ഇവനെ ഞാൻ തല്ലിക്കൊല്ലും. അച്ഛനെന്നും ലേറ്റ് നൈറ്റ് ആണോ? താഴത്ത് പുതുതായിട്ട് തുടങ്ങിയ റിസോർട്ടിലെ ഇപ്പൊ ഏതു നേരം അവിടെ വന്നും പോകുന്ന സായിപ്പന്മാർക്കും മദാമ്മമാർക്കും കഞ്ചാവും കറുപ്പും സപ്ലൈ ഇപ്പൊ പുതിയ പണി. I have a new generation father. Full time കഞ്ചാവ്. അമ്മ കുറച്ച് ഫ്രീക്ക് ആവാൻ നോക്കുന്നു. ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ അവന്റെ ഒരു. അമ്മേ, കഞ്ചാവാണെങ്കിലും അച്ഛനൊരു ജീനിയസാ. LLB പാസ്സായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാതെ വില്ലേജ് ഓഫീസർ അതിന്റെ ഗുണം ഉണ്ടായത് ഈ കയ്യേറ്റക്കാർക്കാ. അച്ഛൻ ഒപ്പിച്ചു കൊടുത്ത വ്യാജ പട്ടയം വെച്ച് എത്ര ആച്ചായമാരാ 100 കണക്കിന് ഏക്കർ ഭൂമി സ്വന്താക്കിയത്. ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആ പേരുള്ള നിന്റെ അച്ഛന് ചേരത്തില്ല. പിന്നെ ആ ഫ്രോഡ് ഉണ്ടല്ലോ നിന്റെ അളിയൻ പോലീസ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ അമ്മായിയപ്പന് കള്ളും കഞ്ചാവ് കൊടുക്കണമുണ്ട്. തലയ്ക്ക് വെളിവില്ലാതെ ഏത് നേരത്താണാവോ അങ്ങേര് ഈ വീടും പറമ്പും നിന്റെ പെങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പോണത്. എഴുതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടമ്മേ. എനിക്ക് എന്താണ് ഈ വീടും പറമ്പൊക്കെ? എന്നാ നീ പോയി സന്യസിക്കടാ. മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓ, എന്റെ പെങ്ങളെ സമ്മതിക്കണം. പിന്നെ ഒരു ഗ്രനേഡിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷമായി. നിന്റെ പെങ്ങളെ വെച്ച് നോക്കുമ്പോഴേ അവൻ മാലാഖ്യ. മാലാഖൻ. പശുവിനെ കറന്നാവോ? രാത്രിയിലോ? കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. കുറച്ചേരായി. അച്ഛൻ വലുത് കഴിച്ചോ? ബെസ്റ്റ് ചോദ്യം. അത് നിക്കണ പരുവം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഉള്ള കള്ളും കഞ്ചാവും വലിച്ചു കയറ്റിയിട്ട് രാത്രിയിൽ ഒരു വൃത്തികെട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് നിക്കണ കണ്ടില്ലേ? പൂര ഫിറ്റാടാ. ഈ ലഹരി എന്ന് പറഞ്ഞ അതൊരു ട്രിപ്പിങ്ങടാ, ഒരു ഫ്ലൈറ്റ്. നീതാ നമ്മുടെ ചന്ദ്രനെ കണ്ടോ? എനിക്കിപ്പോ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് അവിടെ വരെ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ആംസ്ട്രോങ്ങിനെ പോലെ ഇങ്ങനെ കാലുകുത്താം. കാലുറക്കോ? ഈ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ കാലുറച്ചോ ഇതുവരെ, ഈ നിമിഷം വരെ? ജീവിതകാലം മുഴുവൻ ജൂനിയർ എന്ന് പറഞ്ഞ അടിമ, ബാല്യക്കാരൻ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നീ നിർത്തടി. ജീവിതത്തിൽ ഒരവസരം എല്ലാവർക്കും കിട്ടും രക്ഷപ്പെടാൻ. ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടും. അവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ മാറി വന്നു. നീ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു. വൈ? അപകർഷതാബോധം, ആത്മവിശ്വാസം ഇല്ലായ്മ. Pity on you, my son. ഓ, പറയുന്ന ആൾ അവസരം മുതലാക്കിയ മഹാപുരുഷൻ കറുപ്പ് നിന്നോണ്ട് നടക്കും. കറുപ്പിനെന്താടി കുഴപ്പം? ഒരു കുഴപ്പമില്ല. കറുപ്പില്ലെങ്കിൽ വെളുപ്പുണ്ടോ? കറുപ്പും വെളുപ്പും കൂടെ ചേർന്നതാടി സത്യം. അതിനാ വാല്യൂ. നിങ്ങളൊന്ന് വന്ന് കിടക്കുന്നുണ്ടോ മനുഷ്യ? ഓ, അവള് കിടക്കാനുള്ള മൂഡിലല്ലേ? നല്ല മഞ്ഞും നിലാവും തണുപ്പുള്ള രാത്രി, നല്ല ലഹരി. എടാ, എല്ലാം വെറും മായ. റിയാലിറ്റി ഭീകരമല്ലടാ. ഇതിന്റെ കൂടെയല്ലേ പോയി കിടക്കേണ്ടത്. Pity me, my son. എന്തൊക്കെ തോന്നിയാണോ ഈ മനുഷ്യൻ വിളിച്ച് പറയണത്? അമ്മ ഒന്ന് കേറി പോയേ. ചെല്ല്, ഓടി പോയി കിടന്ന് ഉറങ്ങി പോ. ഉണർന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അച്ഛനും പോയി കിടക്ക്. ഇവനെന്തോ
അല്ല നീ ഇവിടെ തനിച്ച് നിന്നിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു? അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ വല്ല അവസരവും രാത്രി വന്ന് കേറിയാലോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സർക്കാസം പിടിക്കാൻ പറയണമായിരിക്കും. മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ വേറെ ആരുടെങ്കിലും കൂടെ കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പൊക്കൂടെ ചെറുക്കനപ്പുറത്ത് നിൽക്കണ്ടില്ലേ, ഞാൻ വല്ല പറഞ്ഞു. ഇന്നും ആ ബാബുവേട്ടൻ്റെ ആൾക്കാർ വന്നിരുന്നു. എന്നെ ഒത്തിരി തെറി പറഞ്ഞു. എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റൂ എനിക്ക്. എന്നെങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ തെറി പറയുന്നു. പുട്ടടിക്കാന്നല്ലാതെ താൻ എനിക്കൊരു സഹായം ചെയ്യുന്നില്ല. അതിനിത് പുട്ടല്ലല്ലോ, മസാല ദോശയല്ലേ. വക്കീലിന്റെ ഒരു കാര്യം. ഹലോ ഹലോ ബാലകൃഷ്ണൻ. ഇല്ല ഇല്ലില്ല, അയച്ചിട്ടില്ല. ആ രാവിലെ ആളെ കളിപ്പിക്കുക TV ചാനലിൽ നിന്നാണ്. ഞാൻ DGPക്ക് വക്കീൽ നോട്ടീസ് അയച്ചു വന്നു. വക്കീൽ DGPക്ക് ഒരു കുറ്റി പുട്ടും ബീഫും. ഓ വിഷമിക്കണ്ട, കഴിക്കാനല്ല, ഉച്ചക്കത്തേക്ക് പാർസല. അല്ല, വക്കീലിന്റെ റേഞ്ചിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആരോ ഒന്നൊന്ന് വിളിച്ചത്. ഇനി ബാലകൃഷ്ണനുള്ള പേരിൽ ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലന്മാരുണ്ടാവോ? അതെ, ബാലകൃഷ്ണൻ ഇടിച്ചാലുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫ്ലോ പോവും, അതാ. അതെ, ഞാനാണ്. DGPക്കാ? നിങ്ങളെന്താ പറയുന്നേ? ആ അനുരാധ, അത് ഞാൻ അയച്ചതാ. DGPക്കാ? ശരിക്കും DGPക്കാ? മാനസികവും ശാരീരികവുമായ പീഡനത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് DGPക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് S. ബാലകൃഷ്ണനാണ് യുവതിക്കായി വക്കീൽ നോട്ടീസ് അയച്ചത്. വക്കീല് വേറെ ലെവലാണല്ലോ. ഗുരുതര ആരോപണങ്ങളാണ്. DGPക്കെതിരെ നോട്ടീസോ? അത് പീഡനത്തിന്. ഇനിയും തറ നിൽക്കാൻ നേരം കാണത്തില്ല. അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈപ്പൻ കടന്നു പിടിക്കാൻ ശ്രമിച്ച് അപമാനിച്ചു എന്നാണ് അതിൽ ബാലൻസ് ഇല്ല. വക്കീല് ആവശ്യപ്പെട്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ചത് മുട്ടക്കയത്തെ വീട്ടിലേക്കാണ്. ഔദ്യോഗിക മേൽവിലാസത്തിലല്ല എന്നതാണ് ശ്രദ്ധേയം. ഹലോ ആളിയ, ഇതെന്താ TV-ല് ന്യൂസ്? എന്താണെന്ന് എനിക്കും അറിയില്ല അളിയ. ആ പെണ്ണ് നമുക്കിട്ട് 8ന്റെ പണിയല്ലേ വന്നത്. DGP അദ്ദേഹത്തിന്റെ തറവാടിന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയോ? അവള് നമ്മളെ പെടുത്തിയതാളിയാ. പറഞ്ഞത് മൊത്തം നുണയാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അത് എനിക്കെങ്ങനെ അറിയാം. പക്ഷെ ഒരു കാര്യം, ഈ ലീഗൽ നോട്ടീസുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ശരിയാവും. വെറുതെ കിടന്ന് വിക്കണ്ടളിയാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അളിയനെ ഉടനെ ADGP പൊക്കും. അളിയ, നിങ്ങളെ ചതിക്കായിരുന്നല്ലേ? എന്റെ പൊന്നളിയ, അളിയന്റെ പെങ്ങൾക്ക് വലിയൊരു തുക കിട്ടുമെന്ന് ഓർത്ത് ഞാൻ ചെയ്തു പോയതല്ലേ. എനിക്കറിയായിരുന്നു ഇത് ഇത്രയും വഷളാവൂന്ന്. അളിയന്റെ അളിയനാണെന്ന് മനസ്സിലാക്കി ADGP എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ് ക്ലബിലേക്ക്. ഇനി എല്ലാ അളിയന്റെ കയ്യില്ല. ഓക്കെ അളിയ. ഹലോ ഹലോ, ബാലൻസ് തീർന്നു. വണ്ടി എടുക്ക. എങ്ങോട്ട്? പോലീസിനെ തപ്പി ഇറങ്ങിയുണ്ട്. അയ്യോ, എനിക്കൊന്ന് ആലോചിക്കാൻ സമയം വേണം. കോടതിയിലേക്ക് കിട്ടോ? അവിടെ പോലീസിനെ പിടിക്കാൻ പറ്റില്ല. അതെ, ബില്ല്. എന്താ വക്കീല്? എന്താണ് ഇവരിതില്?
ഇത് നമ്മുടെ അനുരാധ ചേച്ചിയല്ലേ? ചേച്ചി നമ്മുടെ കൂടെ വരുവാന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് കയറുമ്പോ സീൻ ഓർഡർ ആക്കാം അവര്. വീട്ടിലോ? ആ വീട്ടിലോട്ട് തന്നെ. എന്നെ വേറെ എവിടെയെങ്കിലും ഇറക്കിയാൽ ഞാൻ സീൻ ഉണ്ടാക്കും. ഇനി എന്നെ സംരക്ഷിക്കേണ്ട ചുമതല തന്റെയാ. പിന്നെ എന്റെ പേരിൽ ഉണ്ടാക്കിയ കള്ള വക്കീൽ നോട്ടീസ് അയക്കാൻ തനിക്ക് പണം തന്നവരാരാണെങ്കിലും നോക്കിക്കോ, ഒരു പത്രസമ്മേളനം വിളിച്ച് താൻ പറയുന്നത് വരെ ഞാൻ തന്നെ വിടില്ല. കാലിപ്പോ ചേച്ചി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നേരെ വക്കീലിന്റെ വീട്ടിലോട്ട് വാപ്പസ്. ഇനി നിങ്ങളടുത്തൊന്നും സംസാരിക്കരുതെന്നാ എന്റെ വക്കീല് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം എന്ത് ചെയ്യാൻ. അപ്പൊ ഇവർ രണ്ടാളും നമുക്ക് നന്നായിട്ട് പണി തന്നല്ലേ? ഇതെന്തോ ഒരു വലിയ ഗെയിം പ്ലാൻ ആണ് മാഡം. ആ കോളനിയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടോ? ആ ഏരിയയിൽ കയറാൻ പറ്റില്ല സർ. വലിയ കലാപം ഉണ്ടാവും. ആ അവിടെ നിന്നേ, എങ്ങോട്ടാ ഈ കെട്ടി കയറണേ? അറിയാലോ, എനിക്കൊരു മോള് കൂടിയുണ്ട്. ഇത്രയും കാലം നിന്നെ പൊക്കി പിടിക്കും, അവളെ കുറ്റം പറയാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാ ഇക്കാര്യത്തി ഞാൻ അവളുടെയും ഭർത്താവിന്റെയും ഭാഗത്ത് തന്നെയാ. നിന്റെ കന്നന്തിരിവ് കാരണേ അവന്റെ ജോലി പോയ കോള. കാര്യം മനസ്സിലാക്കാതെ അമ്മ ഇത് പറയുന്നത്. സത്യത്തില് ആളിനാണ് ഈ കേസ് എന്നെ ഏൽപ്പിച്ചത്. ആ അതും അവൻ പറഞ്ഞു നീ ചുമ്മാ അവനെ പഴിചാരുമെന്ന്. നീ ഇവളും തമ്മിൽ എന്താ ബന്ധം? DGPക്കെതിരെ കള്ള കേസ് കൊടുത്തു വന്ന് നിൽക്കുന്നു. ഓ അത് ഇവരല്ലമ്മേ. പിന്നെ ആരാ? അതൊരു കഥയാ. ഓ കഥ ഇപ്പൊ കേസൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ? നീ അല്ലേടാ ഞങ്ങളെ ആക്കണത്. നീയും ഈ എന്തരവളും തമ്മിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ ദാ ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കണം. അല്ലേ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന്. അമ്മ ഇത് ചന്ദനമഴ പാരിജാതൊന്നും അല്ലല്ലോ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നീ അകത്തോട്ട് കയറ്, നീ പുറത്തേക്ക് ഇറങ്ങ്. സൗകര്യം ഇല്ലെങ്കിലോ? ഞാൻ അകത്തേക്ക് തന്നെ കയറി വരും. എന്നെ ഇറക്കി വിട്ട നിങ്ങളുടെ ഈ മകനെ കൊണ്ട് ഞാൻ അഴിയെണ്ണിക്കും. മരുമകന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എടി എടി അല്ല, അനുരാധ, അതാണ് എന്റെ പേര്. എങ്ങോട്ടാ? അകത്തോട്ട്. വിശാലം, നീ അകത്ത് കയറി പോ വിശാലം. നിങ്ങൾ കാര്യം ചിലക്കാതിരിക്കടി, നിന്നോട് കയറി പോവാനാ പറഞ്ഞത്. ഇതേ എന്റെ വീടാ. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വ്യാജ പട്ടയം ഉണ്ടാക്കി എന്റെ പേരിൽ സ്വന്തമാക്കിയ സ്ഥലവും കെട്ടിടമായത്. ഇവിടെ ആരകത്ത് കയറി പോണം, ആര് പുറത്തിറങ്ങണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. മനസ്സിലായ? നീ അകത്ത് കയറി പോവച്ചേ. അവൾ കൊടുത്തു മാറ്റാൻ തുണിയും കഴിക്കാൻ ഭക്ഷണവും കൊടുക്കാന്നുണ്ടെങ്കിൽ മാത്രം നീ അകത്ത് കയറി ഇല്ലെങ്കിൽ കടക്കൂ പുറത്ത്. എന്തെങ്കിലും ഒരു കാരണം തപ്പിയാണ് കയറും തലേന്ന് കളയാൻ വേണ്ടിട്ട്. Send her a notice immediately demanding divorce. ഈ മനുഷ്യൻ എന്തോന്നാണോ പോച്ച് കേട്ടിട്ടുള്ളത്? അല്ല, ഒന്നാം തരം നീലച്ചട. അമ്മ ഒന്ന് കയറി പോയേ. ഇനി അകത്തെന്ത് മാറണാണാവോ? ഏതാടാ നമ്മുടെ തരത്തിൽ ഒരു പുറമ്പോക്ക്? ഇന്ന തന്നെ നീ ഏതാടാ? ഞാൻ വക്കീലിന്റെ ബടിയാ. ഏത് വക്കീലിന്റെ? എന്റെ ഇവന്റെ. നീ കൊള്ളാവല്ലോടാ, കമ്മല് മാല മുടി. കൊള്ളാം. ഇങ്ങ് വാ പറയണ്ടോ? എന്താ നീലച്ചടയൻ അതൊന്നുമില്ലേ? അടിക്കൂ? അതുമില്ലേ? അയ്യടാ, ഓരോരോ വേഷവും കെട്ടി മനുഷ്യനെ കൊതിപ്പിക്കാൻ ഇറങ്ങിയിരിക്കും. ബടിയാണത്രേ. ഞാനിവിടെ ഒരു വടി വെട്ടി വെച്ചിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് നിക്കട്ടെ വക്കീലെ? ഓക്കെ. അടുക്കളയിലല്ലേ വെക്കണ്ടേ? പോയി. ഏതാടാ ഇവൻ?